ഈ മെൻസ് അസോസിയേഷൻ എപ്പോഴും ഈ പുരുഷന്മാർക്കൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാർ ഇരയാവുകയാണ് എന്നാണ് നിങ്ങൾ എപ്പോഴും പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നിരവധി സ്ത്രീകൾ പരാതിയുമായി രംഗത്തെത്തുന്നു, തെളിവ് സഹിതം പുറത്തുവിടുന്നു, ഗർഭചിത്രം അടക്കം നടത്തുന്ന കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്, പല ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് മെൻസ് അസോസിയേഷന്റെ സമീപനം എങ്ങനെയാണ്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വരുമ്പോ ഇതിൽ അദ്ദേഹം മാത്രമല്ല ഈ പ്രതി വേട്ടക്കാരനെന്നാണല്ലോ ഇപ്പൊ പൊതുവെ മാധ്യമങ്ങളെല്ലാവരും പറയുന്നത്. അപ്പൊ ഈ വേട്ടക്കാരനാണെങ്കിൽ ഈ പെൺകുട്ടി എന്താണ്, ഈ രണ്ടുപേരും പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവര് പ്രണയബന്ധം ഉണ്ടായിരുന്നിരിക്കുക. ഇപ്പൊ തന്നെ ഒരു റിനി വന്നിട്ടുണ്ടല്ലോ, നടി എന്ന് പറഞ്ഞിട്ട്, ഏത് സിനിമയിലാണെന്ന് അറിയില്ല. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോ അവർ സെലിബ്രിറ്റികളാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാര്യം അവർ സിനിമയിൽ അഭിനയിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ജനങ്ങൾക്കറിയില്ല. ഇപ്പോ ഒരു പെൺകുട്ടി ഏതൊരു പുരുഷന് അത് കാര്യം ഈ 2-3 വർഷം കഴിയുമ്പോഴാണ് ആരോപണങ്ങൾ വരുന്നത്. അത് അന്ന് ഇവർക്ക് ഒരു പ്രശ്നമില്ല, വേടനെതിരെ വന്നിട്ടുണ്ട്, അതിന്ന് ജാമ്യത്തിന് വേണ്ടി പരിഗണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒരു പുരുഷൻ MLA സ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക, അതോടുകൂടി അയാളുടെ ജീവിതം തന്നെ നശിപ്പിച്ച് അവന്റെ ഏത് സ്ഥാനമാണോ, ഇപ്പോ ഇദ്ദേഹത്തിന് ഇനി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെക്കേണ്ടി വന്നു, ഇനിയിപ്പോ MLA സ്ഥാനം രാജിവെക്കും എന്നാണ് പറയുന്നത്. വയ്ക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അദ്ദേഹം രാജിവെക്കാൻ പാടില്ല, കോൺഗ്രസ് അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം ഓരോ പുരുഷനും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എവിടെയും മുന്നിൽ വരണമെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്ത് വരണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ അമ്മാ സംഘടനയിൽ വന്നതുപോലെ നടന്മാർക്കെതിരെ എല്ലാ ആരോപണം ഉന്നയിച്ച് അവരെല്ലാം താഴെ ഇറക്കിയിട്ടല്ല ഒരു സ്ത്രീ മേളിൽ വരേണ്ടത്. അവർ അധ്വാനിച്ച് മത്സരിച്ച് കഠിനാധ്വാനം ചെയ്തു വരണം. ഇവിടെ കഠിനാധ്വാനം ചെയ്താണ് രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആയത്. ആ MLA ആയപ്പോ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഇറക്കി വിടുവാൻ പോരുന്ന രീതിയിലാണ് പെൺകുട്ടികൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ തമ്മിൽ അദ്ദേഹവും പറയുന്നുണ്ട് ഈ പെൺകുട്ടികൾ നല്ല സുഹൃത്താണെന്ന്, ഇപ്പോ റിനിയും പറയുന്നുണ്ട് സുഹൃത്താണ്, മറ്റേ ട്രാൻസ്ജെൻഡറും പറയുന്നുണ്ട് സുഹൃത്താണ്. അപ്പൊ ഈ സുഹൃത്തുക്കൾ തമ്മിൽ ഇതാണോ സൗഹൃദ ബന്ധം എന്ന് പറയുന്നത്? എന്ത് ബന്ധമാണ് സൗഹൃദം എന്നാണ് ഇവർ പറയുന്നത്? ഒരു സുഹൃത്തിനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക, വ്യാജമല്ല, ഇനിയിപ്പോ അവർ തമ്മിൽ പ്രണയമായിരുന്നെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുകയാണോ ചെയ്യേണ്ടത്? ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് താഴെ ഇറക്കുകയാണോ ചെയ്യേണ്ടത്? ഒരു പരാതി ആരും പോലീസ് സ്റ്റേഷനിൽ ഇതേവരെ കൊടുത്തിട്ടില്ല. വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ചൈൽഡ് ലൈൻ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ്? ഇത് ആരുടെ കുഞ്ഞാണ്? ഒരു പെൺകുട്ടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുട്ടി ഇതാ എന്റെ വയറ്റിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ തന്നെ ആവണമെന്നുണ്ടോ? അതിന് DNA ടെസ്റ്റ് നടത്തണം. ഇന്നത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരേ സമയം കുറച്ചുപേര് കേട്ടോ, എല്ലാവരും അല്ല, ഒരു വിഭാഗം പെൺകുട്ടികൾ ഒരേ സമയം ഒരുപാട് പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് നമുക്ക് എന്തടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും? അപ്പൊ ആ കുഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് അങ്ങനെ പറയേണ്ടതാണെങ്കിൽ അതിന് തെളിവൊന്നുമില്ല, അതേവരെ തെളിവൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പൊ വെറുതെ മാധ്യമങ്ങളിൽ കൂടി അത് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു, അദ്ദേഹം ഇത് പേടിക്കുന്നു, അദ്ദേഹം വിളിച്ച് സംസാരിക്കുന്നു. എന്താണ്, അദ്ദേഹത്തിന്റെ കുട്ടിയാണോ ഇല്ലയെന്ന് പോലും അറിയില്ല. അതിനിടയ്ക്ക് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് സ്വമേധയാ. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ? നേരെ ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ് ഇതിൽ ആരോപിതമെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കുമോ? ശ്വേതാമേനോനെതിരെ ഇപ്പൊ ഒരു പരാതി വന്നല്ലോ, അതെങ്ങോട്ട് പോയി? മാധ്യമങ്ങളെല്ലാം അതൊരു ആരോപണമായിട്ട് തള്ളിക്കളഞ്ഞില്ലേ? എന്തുകൊണ്ടത് പുരുഷനായപ്പോ ആരോപണങ്ങൾ തള്ളിക്കളയുന്നില്ല? അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഇനിയിപ്പോ ജയിലിലാക്കണം, എല്ലാം രാജിവെക്കുക മാത്രമല്ല, ഇനി രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യണമെന്ന് പറയും, കേസ് എടുക്കണം, റിമാൻഡ് ചെയ്യണമെന്ന് പറയും. ആ നിലയിലോട്ടാണ് പോകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്ത്രീകളൊക്കെ പീഡിപ്പിക്കപ്പെട്ടവരാണ്, അതായത് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇവരെ പീഡിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. വിശ്വസിച്ച് ഇപ്പോ താങ്കൾ ചോദിക്കുന്നത് പോലെ ആരുടെ കുഞ്ഞാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനെ വിശ്വസിച്ച് ആ പുരുഷനോടൊപ്പം കിടക്ക പങ്കിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പുരുഷൻ അവളോട് പറയുകയാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഉപയോഗിച്ചത്, അത് കഴിഞ്ഞാൽ എനിക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതെന്റെ വീട്ടുകാർ
സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിന്റെ ജാതിയാണ് പ്രശ്നം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുതിർന്ന നേതാക്കളെ പോലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ വെറുതെ വിട്ടിട്ടില്ലെന്നാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പലരും പറയുന്നത്, മുതിർന്ന സ്ത്രീ നേതാക്കളെ പോലും. അപ്പോൾ അത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജനപ്രതിനിധിയായിരിക്കാൻ എന്താണ് യോഗ്യത? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സ്ത്രീകള് ഇവർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ ഉളുപ്പില്ലെന്നാണ് എനിക്ക് ചോദിച്ചത്. കാര്യം സാധാരണഗതിയിൽ ഈ പീഡനമൊക്കെ വരുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലേ? അങ്ങനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമാണെങ്കിൽ അതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ അദ്ദേഹം പ്രലോഭിപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രലോഭത്തിന് എന്തെന്നെ വീഴുന്നത്? സ്ത്രീകൾക്ക് എന്താ വിദ്യാഭ്യാസം വിവരം അറിവില്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? ഇവർ എന്താ പൊട്ടികളാണോ? ഇവർക്കെന്താ സാമാന്യ ബോധമില്ലേ? ഒരു ഏതെങ്കിലും ഒരു യുവാവ് എന്തെങ്കിലും കൊഞ്ചിക്കൊഴിഞ്ഞ് നീ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ബെഡിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്ത് വിവാഹ വാഗ്ദാനം? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം തേടി പോയത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും. അതിന് പുരുഷന് മാത്രമായിട്ട് കുറ്റക്കാരനാക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണെങ്കിൽ രണ്ടുപേരും തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം വിവാഹ വാഗ്ദാനം, വിവാഹം കഴിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ വിവാഹത്തിന് മുന്നേ ചെയ്യണമെന്ന് തിടുക്കം എന്താണ് പെൺകുട്ടികൾക്ക്? അതും അങ്ങനെയാണെങ്കിൽ ഗർഭം ധരിക്കുക, ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ ഇവർക്കൊന്നും സാമാന്യ ബോധമില്ലേ? അറിവില്ലേ? പെൺകുട്ടികൾക്ക് നല്ല അറിവും ബോധവും വിവേകമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുക അങ്ങനെ ഒരു സംഭവമില്ല. അവർക്ക് പരസ്പരം ബന്ധപ്പെടണമെന്ന് തോന്നി ബന്ധപ്പെട്ടു, അത്ര തന്നെയാണ്. അല്ലാതെ ഒരു വാഗ്ദാനം അതിൽ വരുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും അദ്ദേഹം ആരോടും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാമെന്നോ അങ്ങനെ ഒരു വാഗ്ദാനം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം ഇത് നിഷേധിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അദ്ദേഹം ഇതെല്ലാം സമ്മതിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല. അദ്ദേഹം MLA സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട്, ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഞാനും പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വാതുറന്ന് സംസാരിക്കണം, അല്ല ഒരു പ്രതിരോധിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളാണോ അദ്ദേഹം ഇതുവരെ ചെയ്തത്? ഇപ്പൊ എന്തോ ആകട്ടെ, ഇപ്പൊ സ്ത്രീ സ്വമേധയാ പോയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഓടി നടന്ന് സ്ത്രീകളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുമായി ഉഭയകക്ഷി സമ്മത പ്രകാരമാണെങ്കിൽ പോലും ഇങ്ങനെ സ്ത്രീകളെ, അതിൽ മോശപ്പെട്ട അനുഭവങ്ങളുള്ള സ്ത്രീകളുണ്ട്, അവരോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി, മാതൃകയാകേണ്ട ഒരു ജനപ്രതിനിധി. അദ്ദേഹം ജനപ്രതിനിധി ആയത് ഈ അടുത്ത കാലത്താണ്. അത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ വരുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അല്ല, വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ഇങ്ങനെ ഒരു പുരുഷൻ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പെൺകുട്ടിക്ക് ചെയ്യാമോ? അല്ല, വിശ്വാസത്തെ മുതലെടുത്തല്ലേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് വിശ്വാസം? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇവർക്ക് എന്താ വിദ്യാഭ്യാസവും വിവരവും ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പേ, വിവാഹ വാഗ്ദാനം നൽകി തരുമ്പേ അവരുടെ ബെഡിൽ പോയി കിടക്കുന്നതാണോ ഇവരുടെ അറിവെന്ന് പറയുന്നത്? അതല്ലല്ലോ. ഇവിടെ ഒരു വാഗ്ദാനമൊന്നും അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അദ്ദേഹം ജനപ്രതിനിധി ആവുന്നതിന് മുൻപേ ഉള്ള കാര്യങ്ങളാണിത്. ആയതിനു ശേഷമായിക്കോട്ടെ, പെൺകുട്ടികൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്ത്രീകൾ, ഇവർക്ക് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം? അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുകയല്ലേ. ഇവരത് ചെയ്യാതെ ഈ പുരുഷൻ എന്തൊക്കെ പറയുന്നോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെ പറയുന്നോ അതെല്ലാം കേട്ട് സുഖിച്ച് സന്തോഷിച്ച് വേണ്ടുന്ന നിർവൃതി അടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ത് കണക്കിലാണ് ശരിയാകുന്നത്? അതങ്ങനെ ശരിയാവില്ലല്ലോ. കാര്യം ഏതൊരു പെൺകുട്ടികൾക്ക് അങ്ങോട്ടാകാമെങ്കിൽ പുരുഷനും ആകാം, ഒരു പ്രശ്നമില്ല. അവനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇങ്ങനെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടില്ലെന്നല്ലേ റിനി പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ ട്രാൻസ്ജെൻഡർ ഇതുവരെ ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് താല്പര്യമുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ട്രാൻസ്ജെൻഡറിന്റെ ഒരു വോയിസ് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ച് പറയുന്നത്, ഒരു ചാനലിൽ നിന്ന് വിളിച്ച് സംസാരിച്ച വോയിസ് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിനിയുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദം എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വിടാത്തത്. ഈ പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് എനിക്കായാലും ഞാൻ ഒരു ദിവസം സംസാരിച്ച, സ്നേഹമായിട്ട് ഇടപെട്ട ഒരാളിനെ തള്ളിപ്പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും പറയുന്ന ആൾക്കാരല്ല. എനിക്കെതിരെ വരുന്ന ആരോപണ ഈ വീഡിയോകൾ ആരെങ്കിലും ചെയ്താൽ ഞാനതിനെ ശക്തമായിട്ട് നേരിടുകയാണ് ചെയ്യാറ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ബിഗ് ബോസിനകത്തുള്ള ഇന്നലെ പുള്ളിക്കാരി പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. ഞാൻ എന്തുകൊണ്ടത് അവർക്കെതിരെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എറണാകുളത്ത് വെച്ച് എന്നോടൊപ്പം നിന്ന് സെൽഫി എടുത്തു സംസാരിച്ച ആ ഒരു സ്നേഹബന്ധത്തിലാണ് ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യാത്തത്. അപ്പൊ അതെന്തുകൊണ്ടെന്ന് നമ്മളോട് ഒരു ദിവസം സംസാരിച്ചാൽ നമ്മുടെയൊക്കെ പുരുഷന്മാരുടെ മനസ്സിൽ ആ ആത്മാർത്ഥയും സ്നേഹവും ഉണ്ടാവും.
പക്ഷെ ഇവർക്ക് പെണ്ണിനെന്ന് പറഞ്ഞാൽ ഓന്തിനേക്കാൾ വളരെ വേഗം നിറം മാറുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വഭാവമുള്ള മുഴുവൻ സ്ത്രീകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. മുഴുവനും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പൊ പുരുഷനെ മാത്രം വലുതാക്കിക്കൊണ്ട് സ്ത്രീയെ അങ്ങനെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത് നല്ല നിലപാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകളെ എല്ലാം മോശക്കാരിയാക്കിയിട്ടില്ല. ഇതുപോലുള്ള സ്ത്രീകളെ തീർച്ചയായിട്ടും മോശക്കാരിയായിട്ട് തന്നെ സംസാരിക്കും. കാര്യം ഇത് വലിയൊരു വിഭാഗം സ്ത്രീകൾ എന്നെ വിളിച്ചതിന് പിന്തുണ തരുന്നുണ്ട്. ഇവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തപ്പോ ഈ സ്ത്രീകൾക്കെതിരെ ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? അതാണ് കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്കറിയാം ഈ പറയുന്ന ഒരാൾ മാത്രമല്ല, രണ്ടുപേരും ഇതിൽ കുറ്റക്കാരാണ്. അപ്പൊ രണ്ടുപേരും തെറ്റുകാരാകുമ്പോൾ ഇങ്ങനെ ഒരാളിനെ മാത്രം വേട്ടയാടണം. അതുകൊണ്ടാണ് അവർ ഈ സ്ത്രീകൾക്കെതിരെ ഇവർക്കെതിരെ തിരിഞ്ഞ് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരസ്പരം എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറൊരു 10 പേരെ അറിയാൻ വേണ്ടിയിട്ടോ ഇതുപോലുള്ള നാറിയ കളിയല്ല സ്ത്രീകൾ കളിക്കേണ്ടത്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. ഒരു വിഭാഗം കുറച്ചു പേര്, അത് സമൂഹത്തിലുള്ള കുറച്ചു പേര്. കാരണം ഏതെങ്കിലും മേഖലയിൽ പോയിട്ട് ഇപ്പൊ റിനിയെ തന്നെ എടുക്കുക, നടി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടെയാ ഇവർ നടിയായത്? ഏത് പടത്തിലാണ് അഭിനയിച്ചത്? ഞങ്ങൾക്കാർക്കും അറിയില്ല. അപ്പോ ആരും ഇവരൊന്ന് എത്ര ശ്രമിച്ചിട്ടും ഒരു സെലിബ്രിറ്റി ആകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ നേരെ ഏതെങ്കിലും ഒരാളിനെ, ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലുള്ള ആൾക്കാരോ എവിടെയെങ്കിലും നല്ലൊരു നിലയിലിരിക്കുന്ന ഒരാളിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോപണം ഉന്നയിക്കും. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ അവർ സെലിബ്രിറ്റികളും ഭയങ്കര സമൂഹത്തിലെ ഏറ്റവും നല്ല നന്മമരവുമാവുകയാണ്. ഈ നന്മമരം കളിക്കുന്നത് ശരിയല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ ഇനിയിപ്പോ രാജിവെച്ച് ജയിലിൽ പോകേണ്ടി വന്നാൽ, കാര്യം രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത നടപടി ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ റിമാൻഡിലോട്ട് പോകും. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിക്കുകയല്ലേ. ഈ പുരുഷൻ എന്താ അഭിമാനമില്ലേ? പെണ്ണിന് മാത്രമേ അഭിമാനവും മാന്യതയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പുരുഷന്മാരെന്താ മൃഗങ്ങളാണോ? മൃഗങ്ങൾക്ക് പോലും ഇതിനേക്കാൾ മാന്യത ഉണ്ടല്ലോ. ഈ സ്ത്രീകൾക്ക് മാന്യത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരല്പം പോലും മാന്യത ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, സ്വാഭാവികമായിട്ട് സ്നേഹബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസം വരും. വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ അഭിപ്രായ വ്യത്യാസം വരും. അപ്പൊ വരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവാരി എറിയാതെ സംസാരിച്ച് ക്ലിയർ ചെയ്യാണ് ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടർ എന്ത് ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ പെൺകുട്ടി ശബ്ദം എപ്പോഴും നിശബ്ദമായിരിക്കും. എന്താണ്? തെറ്റ് ചെയ്തവരുടെ ശബ്ദം എപ്പോഴും നിശബ്ദമായിരിക്കും. ഇല്ല, തെറ്റ് ചെയ്തവരുടെ ശബ്ദം നിശബ്ദം ആകാൻ പാടില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് നിശബ്ദമായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇറങ്ങി സംസാരിക്കണം. അത് തീർച്ചയായിട്ടും രാജിവെക്കേണ്ടി വന്നാൽ അദ്ദേഹം ശക്തമായിട്ട് പറയുമെന്നാണ് ഞാൻ കരുതുന്നത്.